അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പരിപൂർണ ഹജ്ജാകാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നാം പറഞ്ഞു വന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഹജ്ജിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം, രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഒന്നാമത്തേത് തൗഹീദ് പരിപൂർണമാവുക എന്നതാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക എന്നതാണ്. ഇതൊക്കെ ഹജ്ജ് കൊണ്ട് കിട്ടണം. മൂന്നാമത്തെ കാര്യം ഇഖാമത്തു ദിക്രില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ ജീവിതത്തിൽ നിലനിർത്തലാണ്. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക. ദിക്ർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൻ്റെ സ്വഭാവം നാവും ഹൃദയവും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. നാവും ഹൃദയവും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ഇബാദത്ത്. മുസ്ലിമിൻ്റെ ദിക്ർ അങ്ങനെയാണ്. അത് നാവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഹൃദയം കൂടി അതിൽ പങ്കുചേരുന്നുണ്ട്. അത് ഏത് രൂപത്തിലുള്ള ദിക്റായാലും ശരി. ദിക്റുകൾ ഒരുപാടുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചുള്ള തഅദീം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റുണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ദിക്റുണ്ട്, അള്ളാഹുവിന് ഹംദ് ചെയ്യുന്ന, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഹംദ് ചെയ്യുന്ന ദിക്റുകളുണ്ട്, ഇസ്തിഗ്ഫാറുകൾ, തൗബകൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം പൊട്ടൽ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനുള്ള ദിക്റിൻ്റെ രൂപങ്ങളാണ്. ഈ ദിക്റുകൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് കൊണ്ട് മാത്രം വരേണ്ടതല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൃദയവും നാവും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ദിക്ർ എന്ന ഇബാദത്ത് എന്ന് പറയുന്നത്. നോക്കൂ, ദിക്ർ തന്നെയും ഒരു സ്വതന്ത്രമായ ഇബാദത്താണ്. പക്ഷേ ഈ സ്വതന്ത്രമായ ഇബാദത്തിന് ഹജ്ജിലേക്ക് വരുമ്പോൾ ഹജ്ജുമായി അതിനെ വല്ലാതെ ബന്ധപ്പെടുത്തിയത്, ശക്തമായ ഒരു ബന്ധം ഹജ്ജുമായി അതിനുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുവെച്ചാൽ, സ്വതന്ത്രമായ ദിക്ർ എന്ന ഇബാദത്തിനെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതിനെ ഏറ്റവും വലിയ ഒരു കർമ്മം ആയ ഹജ്ജുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിക്ക് വല്ലാത്ത ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഇവിടെ നമ്മളിത് മനസ്സിലാക്കാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, ആമുഖമായി പറയുന്ന കാര്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ദിക്ർ, എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഇസ്ലാമിക ശരീഅത്തിൽ ഇസ്ലാമിൽ അതിൻ്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഹജ്ജുമായി അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നോക്കൂ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനേകം ഗ്രന്ഥങ്ങളും അതല്ലാത്ത അനേകം ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒരുപാട് സംസാരിച്ച ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഗൗരവമുള്ളതാണ് എന്ന് പറയാൻ കാരണം. ചില ആമുഖങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ ആമുഖം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിലെ ശരീഅത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ആകത്തുകയാണ് അള്ളാഹുവിന് ദിക്ർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ, ഇസ്ലാമിക തത്വസംഹിതകളുടെ, ഇസ്ലാമിലെ ഇബാദത്തുകളുടെ ആകത്തുക. ഇത് ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല, മറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ നബിയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂൽ അല്ലാഹ്, നബിനോട് ചോദിക്കണം, റസൂലേ എന്ന് വിളിച്ചിട്ട് നബിയുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ട്, വെച്ചാൽ വളരെ കൃത്യമായൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു ഉത്തരം കിട്ടണം. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ മനുഷ്യൻ പറയുന്നത്, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത് അലൈ, ഇസ്ലാമിലെ നിയമങ്ങളും ആരാധനകളും ഒക്കെ ഒരുപാടുണ്ട്. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, അതിനാൽ എനിക്ക് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞു തന്നാലും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യസാലു ലിസാനുക റുതബൻ മിൻ ദിക്രില്ലാഹി തആല, ലാ യസാലു ലിസാനുക റുതബൻ മിൻ ദിക്രില്ലാഹി തആല. എന്താ പറഞ്ഞത്?
അള്ളാഹുവിൻ്റെ സ്മരണയാൽ നിങ്ങളുടെ നാവ് എപ്പോഴും സജലമാകട്ടെ, നനഞ്ഞിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ചോദ്യം എന്താ? ഇസ്ലാമിക ശരീഅത്തിലെ, ഇസ്ലാമിക നിയമങ്ങളിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇബാദത്തുകളിൽ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന, നഷ്ടപ്പെടാതെ ചെയ്യാവുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഈ മനുഷ്യൻ ചോദിച്ചത്. നമുക്ക് വല്ലാത്തൊരു ചോദ്യമാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോട് അപ്രകാരം ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഉത്തരം? ഈ സമയത്ത് അത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരാൾ വന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മളോട്, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഒരു ഉദാഹരണം പറയാം. പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരാൾ നമ്മുടെ അടുത്ത് വന്നു എന്ന് വെക്കുക. എന്നിട്ട് അയാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമസ്കാരമുണ്ട്, വുളൂഉണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, കുടുംബബന്ധം ചേർക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയാണ്, അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ കഴിയില്ല, അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. എന്തായിരിക്കും നമ്മൾ മറുപടി പറയാം? നമ്മൾ പെട്ടെന്ന് ഈ ചോദ്യത്തിന് ഞാൻ ആണെങ്കിൽ മറുപടി പറയാം, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്നായിരിക്കും പറയാം, അല്ലെങ്കിൽ നോമ്പ് നോക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിൽ 5 കാര്യങ്ങൾ ചെയ്യണം എന്നായിരിക്കും സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞു? നമ്മളാരും ചിന്തിക്കാത്ത ഒരു മറുപടി, അല്ലേ? നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരാത്ത ഒരു മറുപടി. ലാ യസാലു ലിസാനുക റുതബൻ ബിദിക്രില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, നമസ്കാരം എവിടെ പോയി? നമസ്കാരമല്ലേ ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മം? മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമല്ലേ? അതല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലല്ലോ. വേറെ ഒരുപാട് ഇബാദത്തുകളില്ലേ, അതൊക്കെ എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊന്നുമല്ലല്ലോ. അതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നബി പറഞ്ഞ ആ ഒരു ഉത്തരത്തിൽ ലാ യസാലു ലിസാനുക റുതബൻ മിൻ ദിക്രില്ലാഹ് എന്ന ആ വർത്തമാനമുണ്ടല്ലോ, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ സജലമാകട്ടെ എന്ന് പറഞ്ഞ ആ ഒരു റസൂലുള്ളാഹിന്റെ ആ മനോഹരമായൊരു വാക്കുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എല്ലാമുണ്ട്. എങ്ങനെയാണ് സഹോദരന്മാരെ മറ്റ് ഇബാദത്തുകളൊക്കെ ദിക്റിൽ ഒതുങ്ങുക? എങ്ങനെയാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒരു അടിമ അള്ളാഹുവിനെ യഥാർത്ഥമായി വഴിപ്പെടാനും അവൻ്റെ കൽപ്പനകൾക്കും വിലക്കുകൾക്കും ഒക്കെ കീഴടങ്ങാനും അവൻ്റെ ഹൃദയം അവൻ്റെ നാഥന് സമർപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു കാര്യം, അത് അവൻ്റെ ഹൃദയം അള്ളാഹുവിന് സമർപ്പിക്കലാണ്. ഇത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരാളോടുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ വിധേയത്വം, സ്നേഹം എന്നൊക്കെ പറയുന്നത് നമ്മളെ അദ്ദേഹത്തിന് സമർപ്പിക്കലാണ്, നമ്മുടെ ഹൃദയം അദ്ദേഹത്തിന് സമർപ്പിക്കലാണ്. അതാണ് ഇവിടെ നോക്കൂ, ഒരടിമ മുസ്ലിമാകുന്നതോടുകൂടി സത്യത്തിൽ അവൻ ബാഹ്യമായും ആന്തരികമായും പരിശുദ്ധമാവുകയാണ്. നോക്കൂ, ഇവിടെ എന്താണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? വല്ലാത്തൊരു വാക്കല്ലേ? ധാരാളമായി ദിക്റുണ്ടാകണം എന്നതല്ലേ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ? നാവ് ദിക്റ് കൊണ്ട് നനഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ നാവിൽ എന്തായിരിക്കണം? ദിക്റായിരിക്കണം എന്നാണ്, അല്ലേ? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു പദം പ്രയോഗിച്ചത്? നമ്മൾ മനസ്സിലാക്കുക, എത്ര നാം അള്ളാഹുവിനെ ഓർക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ കഴിഞ്ഞല്ലോ. അള്ളാഹുവിനെ നാം സ്നേഹിച്ചാൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോഴാണ് ദിക്ർ വർദ്ധിക്കുന്നത്. അപ്പോൾ അള്ളാഹു നമ്മളെ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട്, ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, എന്തുകൊണ്ട് നമസ്കാരം പറഞ്ഞില്ല, എന്തുകൊണ്ട് നോമ്പ് പറഞ്ഞില്ല, എന്തുകൊണ്ട് ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കാവുന്ന രീതിയിൽ ഇപ്രകാരം ഒരാൾ സ്നേഹിച്ചാൽ അവൻ നമസ്കാരം ഒഴിവാക്കുമോ? നമസ്കാരത്തിൽ നിന്ന് അവൻ പിന്തി നിൽക്കുമോ? അവൻ അറിഞ്ഞുകൊണ്ട് റമദാനിലെ ഒരു നോമ്പവന് നശിപ്പിച്ച് കളയുമോ? അവൻ സക്കാത്ത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുമോ? അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുമോ?
ആലോചിച്ച് നോക്കൂ. അവന് ഉറക്കം ദിക്റിനേക്കാളും നമസ്കാരത്തെക്കാളും ഇഷ്ടമുള്ളതാകുമോ? അതോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവൻ ആ ബെറ്റൊക്കെ ഒഴിവാക്കി തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ദുആയിലും ഇസ്തിഗ്ഫാറിലും കഴിഞ്ഞുകൂടുമോ? നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ മത്സരിക്കും. എന്തിനെന്നറിയോ? നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാനല്ല, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യാൻ. അതോടുകൂടി അവൻ്റെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അപ്പൊ ദിക്റുള്ള എന്നത് ഇതിലേക്കൊക്കെ ഉള്ള ഒരു ഷോർട്ട് കട്ടാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? ലാ യസാലു ലിസാനുക റുതബൻ ബിദിക്രില്ല. എന്ത് പറഞ്ഞില്ല? അലൈക ബിദിക്രില്ല എന്ന് പറഞ്ഞോ? നീ ദിക്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. മറിച്ച് അതിമനോഹരമായ വാചകം നോക്കൂ, അക്സിർ മിൻ ദിക്രി, അക്സിർ ദിക്റല്ലാഹ് പറഞ്ഞോ? ദിക്റിനെ നീ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. അതിമനോഹരമായ അത്ഭുതകരമായ ഒരു പദമാണ് പറഞ്ഞത്. നിന്റെ നാവ് എപ്പോഴും ദിക്റ് കൊണ്ട് സജലമാകട്ടെ എന്നാ പറഞ്ഞത്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം, നാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നനവുള്ള അവയവമാണ്, അല്ലെ? എന്തുകൊണ്ടാ? എപ്പോഴും നാവില് നമ്മുടെ റീഖുണ്ടാകും, ലുആബ് ഉണ്ടാകും. അങ്ങനെ നാവില് എപ്പോഴും നനവുണ്ടാവും, പല കാരണങ്ങളാണ്, അല്ലേ? ഈ നാവ് അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കലും നാവ് വറ്റൂലല്ലോ, വരണ്ടു പോലല്ലോ. എപ്പോൾ വരണ്ടു പോകുന്നുവോ അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ നോമ്പല്ലെങ്കിൽ നമ്മുടെ കൈകൾ വെള്ളത്തിലേക്ക് പോകൂലേ, വെള്ളം കുടിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇനി നാവിന് നിങ്ങൾക്ക് വരണ്ടതാക്കണം എന്നെങ്കിൽ എന്താ വഴി? നാവിനെ എടുത്ത് പുറത്ത് വെച്ചാലേ, സെക്കൻഡുകൾ നാവ് ഇങ്ങനെ പുറത്തേക്ക് വെച്ചാൽ അതെന്താവും? വരണ്ടു പോകും, അല്ലെ? നാവ് വായുവിൽ ഇങ്ങനെ വെച്ചാൽ എന്താവും? വരണ്ടു പോകും, അല്ലെ? സെക്കൻഡുകളെ കൊണ്ട് വരണ്ടു പോകും. അപ്പൊ എന്താണ് സത്യത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? നമ്മുടെ നാവ് ഒരിക്കലും വരണ്ടു പോകരുത്, എപ്പോഴും നനവിലായിരിക്കണം. അഥവാ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ജീവിതത്തിൽ ദിക്റിൽ നിന്ന് നാം മാറി നിൽക്കരുത് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കാനുള്ള വഴി. ഇതാണ് നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം. അതുകൊണ്ടാണ് ആ സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറ. എണ്ണം പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞത്? ദിക്റൻ കസീറ. സത്യവിശ്വാസികളെ, അള്ളാഹുവിന് നിങ്ങൾ ധാരാളമായി ദിക്ർ ചെയ്യുക, ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സബ്ബിഹൂഹു ബുക്റതൻ വഅസീല. നിങ്ങൾ രാപ്പകലിടതടവില്ലാതെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുക, എല്ലാ സമയത്തും. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കാനും അള്ളാഹുവിനെ നാം സ്നേഹിക്കുവാനുമുള്ള മാർഗം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദിക്റുള്ള, ധാരാളമായി ദിക്ർ ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകുന്ന കാര്യമാണ്. അതെ, അള്ളാഹുവിൻ്റെ വാക്കെന്താ? അലാ ബിദിക്രില്ലാഹി അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്. ഈമാനുള്ളവരുടെ സ്വഭാവം എന്താണ്? അവർ അള്ളാഹുവിനെ ദിക്ർ ചെയ്തിട്ട് അവർക്ക് സമാധാനം കിട്ടും. എന്നിട്ട് അല്ലാഹ് പറയാ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ജീവനാണ് എന്ത്? ദിക്ർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നുവോ അപ്പോൾ ഹൃദയം നശിച്ചു പോകും. ഹൃദയത്തിൽ ഇരുട്ട് വരും. എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുവോ അത്രമാത്രം നമ്മുടെ ഹൃദയം പ്രകാശിക്കും, അത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് ജീവനുണ്ടാകും. നമ്മൾ അള്ളാഹുവിനെ ദിക്ർ എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നമുക്ക് നമ്മുടെ ഹൃദയം ജീവിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം നാം അതിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്രമാത്രം നമ്മുടെ ഹൃദയം മരവിച്ചു പോകും. വല്ലാഹി നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സാഹിത്യ പ്രയോഗമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇതൊരു വൈകാരിക പ്രയോഗമല്ല കേട്ടോ.
അല്ല. ഞാൻ ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, നമ്മുടെ എത്രമാത്രം ദിക്ർ നമ്മിലുണ്ടോ അത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് ജീവൻ ഉണ്ടാകും. എത്രമാത്രം ദിക്ർ നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുമോ അതിനനുസരിച്ച് നമ്മുടെ ഹൃദയം നശിച്ചു പോകും. എന്ത് ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതവാചകമല്ല, ഒരു സാഹിത്യ പദമല്ല. അള്ളാഹുവിന്റെ റസൂൽ പച്ചയായി പറയുന്ന വാക്ക് കേൾക്കണം. മസലുൽ ബൈത്തില്ലദീ യദ്കുറുല്ലാഹു ഫീഹി വൽ ബൈത്തുല്ലദീ ലാ യദ്കുറുല്ലാഹു ഫീഹി കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. യാ സലാം. അള്ളാഹുവിനെ ഓർക്കുന്ന വീടിന്റെ ഉദാഹരണം, അള്ളാഹുവിനെ ഓർക്കാത്ത വീടിന്റെ ഉദാഹരണം കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാ. ജീവനുള്ളവന്റെയും മരിച്ചവന്റെയും ഉദാഹരണമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥ ജീവൻ ഏതാ? യഥാർത്ഥ മരണം ഏതാ? യഥാർത്ഥ മരണം ഏതാ? നമ്മൾ മനസ്സിലാക്കണം. അവൻ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവും, നിൽക്കുന്നുണ്ടാവും, ഇരിക്കുന്നുണ്ടാവും, പോകുന്നുണ്ടാവും, വരുന്നുണ്ടാവും, പക്ഷെ അവൻ മയ്യിത്താ. എപ്പോൾ? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവനിൽ നിന്ന് പോയാൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ മനസ്സിലാക്കണം, ഈ തിന്നുക, കുടിക്കുക, പോകുക, വരിക എന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മാത്രം ചെയ്യണമല്ലല്ലോ. എല്ലാ മൃഗങ്ങളും അതൊക്കെ ചെയ്യണില്ലേ? ഉണ്ടല്ലോ, എല്ലാ മൃഗങ്ങളും അത് ചെയ്യണ്ടേ അല്ലേ? പക്ഷെ നമ്മളെ അള്ളാഹു ബഹുമാനിച്ചു. നമ്മൾ അള്ളാഹു എങ്ങനെ ബഹുമാനിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലേ? നമ്മളല്ലേ ഏറ്റവും നല്ലവർ, മനുഷ്യപുത്രന്മാരല്ലേ? അള്ളാഹു ബഹുമാനിച്ചില്ലേ നമ്മളെ? എന്തുകൊണ്ടാ? എങ്ങനെയാണ് ബഹുമാനിച്ചത്? ആ ബഹുമാനത്തിന് നാം ഉടമകളാകുന്ന സഹോദരന്മാരെ കേവലം തിന്നുകയും കുടിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്ന നിലക്കല്ല. അള്ളാഹുവിനോട് എത്ര നമുക്ക് ഉബൂദിയത്തുണ്ടോ അതാണ് നമ്മുടെ ഷറഫ്, അതാണ് നമ്മുടെ മഹത്വം. അതുകൊണ്ടല്ലേ മലക്കുകളെ നമുക്ക് സുജൂദ് ചെയ്യിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനല്ലാഹ്. വെറുതെ ചെയ്യിപ്പിച്ചതാ മലക്കുകളെ സുജൂദ് ചെയ്യിപ്പിച്ചത്. നോക്കൂ, അപ്പൊ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ ദിക്റിൽ സുഖം അനുഭവിക്കുന്നവരായിരിക്കണം. ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് ജീവൻ നൽകുന്ന പദാർത്ഥമാണ് ദിക്ർ. അതെ, ദിക്ർ നമുക്ക് ജീവൻ നൽകുന്ന പദാർത്ഥമാണ്. മനസ്സിലാക്കണം സഹോദരന്മാരെ. നമ്മൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളാണ് മനുഷ്യൻ. ഒന്ന് ശരീരം, മറ്റൊന്ന് ആത്മാവ്. ശരീരം എവിടുന്ന? ഒരു പിടി മണ്ണാണ് എന്ത്? ശരീരം. ആത്മാവോ? യാ അല്ലാ, ആത്മാവ് എന്താ? ഫനഫഖ്തു ഫീഹി മിർ റൂഹി. മിർ റൂഹി അല്ലാഹുവിന്റെ വാക്കാ. ഇലാഹിയായ ദൈവികമായ റൂഹാണ് നമ്മുടെ ആത്മാവ്, ദൈവികമായ റൂഹ്. ആ റൂഹിനെയാണ് നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു ഊതിയത്. അതാണ് ഫനഫഖ്തു ഫീഹി മിർ റൂഹി. അതാണ് നമ്മുടെ ആത്മാവ്. അവിടുന്നാണ് നമ്മുടെ ആത്മാവ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഷറഫ് എന്താ? നമ്മുടെ മഹത്വം എന്താ? നമ്മുടെ മഹത്വം ശരീരത്തിന്റെ മഹത്വമല്ല. ശരീരം മണ്ണാ. നോക്കൂ, സൃഷ്ടിച്ച വസ്തുവിന്റെ മഹത്വം കൊണ്ട് സൃഷ്ടി നന്നാവുകയാണെങ്കിൽ, ഉന്നതനാവുകയാണെങ്കിൽ നമ്മളെക്കാൾ ഔന്നിത്യം ഉണ്ടാകേണ്ടത് മലക്കുകൾക്കല്ലേ? മലക്കുകളുടെ പ്രകാശത്തിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്? അവരെക്കാൾ മഹത്വം ഉണ്ടാകേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓർക്കേണ്ടേ അത്? പ്രകാശത്തിൽ നിന്നല്ലേ മലക്കുകൾ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അവരെ മലക്കുകളെക്കാൾ മഹത്വം ഉണ്ടാകേണ്ടത് ജിന്നുകൾക്കല്ലേ? ജിന്നുകളെ തീയിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്? മണ്ണിനേക്കാൾ ശക്തിയുള്ള, പ്രകാശത്തേക്കാൾ ശക്തിയുള്ളതല്ലേ തീ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയാണ് ബഹുമാനിച്ചത്. ബഹുമാനിച്ചത് ആ റൂഹ് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ ഉയർത്തിയത് ആ റൂഹാണ്, അല്ലാതെ എന്തല്ല, ശരീരമല്ല. അപ്പോ അള്ളാഹുവിലേക്ക് ഊതപ്പെട്ടതാണ് നമ്മുടെ അള്ളാഹുവിൽ നിന്ന് ഊതപ്പെട്ടതാണ് നമ്മുടെ റൂഹ്. ആ റൂഹിന്റെ ഭക്ഷണം അറിയണം. ശരീരത്തിന്റെ ഭക്ഷണം മണ്ണിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ ആ റൂഹിന്റെ ഭക്ഷണം എന്താ? അൽ ഇത്തിസാലു ബിൽ മലകൂത്തിൽ അലാ. അതാണ് ഉന്നതനായ റബ്ബുമായുള്ള ബന്ധമാണ്. ആ ബന്ധം ചേർക്കലാണ്. അതെ, എങ്ങനെയാണ് ആ ബന്ധം ചേർക്കുക? ബിദിക്രില്ല. ശരിക്കും മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ ദിക്റിലേക്ക് എത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ശരീരത്തിന്റെ ഭക്ഷണം എന്താ? അത് മണ്ണിൽ നിന്നുണ്ടാകുന്ന കുറെ സാധനങ്ങൾ, ധാന്യങ്ങളാകാം, പച്ചക്കറികളാകാം, എന്തുമാകാം, അല്ലേ? അപ്പൊ സാധനം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കണം.
ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിക്ർ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അതാണ് വേണ്ടത്. അതാണ് എനിക്ക് രണ്ടാമതായി പറയാനുള്ള കാര്യം. മൂന്നാമത്തെ ഒരു മുഖവുര എന്ന നിലക്ക് മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അതെ, അതാണ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനവും അതാണ് ശരിക്കും ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത്. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് ഉബൂദിയ്യത്ത്? ഉബൂദിയ്യത്ത് കേവല വിധേയത്വമല്ല, മറിച്ച് നിരന്തരമായി അള്ളാഹുവിനോടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ കാരണമായി ഉണ്ടാകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. ഇതൊക്കെയാണല്ലോ ദിക്ർ, തസ്ബീഹ് എന്നൊക്കെ പറയുന്നത്. അതാണ്. മനസ്സിലായില്ലേ? ഇതെങ്ങനെ നേടാൻ കഴിയും? ഉബൂദിയ്യത്ത് എങ്ങനെ നേടാൻ കഴിയും? അള്ളാഹുവിനോടുള്ള നമ്മുടെ ആ വിധേയത്വം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ് നേടുന്നത്. അതാണ് സർവശക്തനായ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് ഹൃദയങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഹൃദയങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് ചായ്ഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനോട് ഭയങ്കരമായ സ്നേഹമുണ്ടാകും. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ദിക്ർ എത്തിച്ചേർന്നിട്ടുള്ളത് എവിടേക്കാണ് എന്ന് നമ്മൾ ആലോചിക്കണം. എത്തിച്ചേർന്നിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്കാണ്. എങ്ങനെയാണ് നാം അള്ളാഹുവിനെ സ്നേഹിക്കുക? അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടാവും. പക്ഷേ അതിലേറ്റവും സുപ്രധാനമായ മാർഗം ഏതാ? ദിക്ർ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നുവോ അവനാണ് അള്ളാഹുവിനോട് ഏറ്റവും സ്നേഹമുള്ളവൻ, അല്ലേ? അത് അള്ളാഹിനെ കുറിച്ച് മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ഓർക്കൂലേ? അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കൂലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കൂലേ? അല്ലേ? അപ്പൊ അവരും നമ്മളെ ഓർക്കൂലേ? അപ്പൊ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനെക്കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. നോക്കൂ, നമുക്ക് അള്ളാഹു നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലുമൊക്കെ ഈ ദിക്ർ വർദ്ധിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടെന്നാ. അതാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള തസ്ബീഹുകളും ദിക്റുകളും തഹ്മീദുകളും ഒക്കെ പറയാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. മനുഷ്യൻ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുമായിട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കും? അയാളെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കും. അതാണ് സത്യത്തിൽ ഇത്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ സഹാബത്തിൻ്റെയും അതുപോലെ തന്നെ താബികളുടെയും ഒക്കെ ചരിത്രത്തിലേക്ക് വന്നാൽ ഇത് കാണാൻ സാധിക്കും. അവർ അതിശക്തമായ ദിക്റിലായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തമായ ദിക്റിൽ, ആ ദിക്റിൻ്റെ കാരണമായി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുടെയും ചിന്തയുടെയും ബന്ധത്തിൻ്റെയും കാരണമായി പലപ്പോഴും അവർ ജീവിക്കാൻ വിസ്മരിച്ചു പോയിട്ടുണ്ട്. നോക്കൂ, നബിയുടെ ജീവിതം തന്നെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ സദസ്സിൽ നബി 70-ലധികം തവണ ഒരൊറ്റ മജ്ലിസിൽ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു ദിക്റാണ്. 70-ലധികം തവണ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബിയും സഹാബത്തും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സദസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ ചോദ്യങ്ങളാ, അറിയാനുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ടുള്ള ഖുർആനിൽ കാണില്ലേ കുറേ യസ്അലൂനക, അതിൽ കുറച്ച് മാത്രം നിരന്തരം ചോദ്യങ്ങൾ. അഖ്ബിർനി എന്ന് പറഞ്ഞ് നബിയുടെ അടുത്ത് വരുന്നത് ഹദീസുകളിൽ കാണുന്നില്ലേ? ചോദ്യം. നബി ചോദ്യത്തിന് ഉത്തരം പറയുന്നു, സഹാബത്തിനെ പഠിപ്പിക്കുന്നു, ഫത്വ കൊടുക്കുന്നു. എവിടെയാണ് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സഹാബത്തുമായി കൂടിയിരിക്കുമ്പോൾ മൗനമായിരിക്കാൻ ഒരു സെക്കൻഡ് സമയം ഉണ്ടാവോ? എന്നിട്ടും പറയണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് 100 തവണ ഇസ്തിഗ്ഫാർ, അല്ലേ? എത്ര ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ പഠിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതം, അവരുടെ ദിക്ർ എന്ന് പറഞ്ഞാൽ അവരുടെ ശ്വാസോച്ഛ്വാസം പോലെയായിരുന്നു.
എണ്ണാൻ പോലും പറ്റൂല. കാരണം അത്രമാത്രം അള്ളാഹുവിനെ അവർ സ്നേഹിച്ചു. ആ സ്നേഹം അവർ ദിക്റിലൂടെ പ്രകടിപ്പിച്ചു. ഇത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ല യർദാ അനിൽ അബ്ദ് യഅ്കുലുൽ അക്ല ഫയഹ്മദുഹു അലൈഹ വയശ്റബു ശുർബ ഫയഹ്മദുഹു അലൈഹ. വല്ലാത്തൊരു ഹദീസാ. എന്താ പറഞ്ഞാലോ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഭയങ്കര തൃപ്തിയാണ്, ഇഷ്ടമാണ് ഒരടിമയെ. ആ അടിമ ഒരു ഉരുള തിന്നും, എന്നിട്ട് ഹംദ് പറയും. ഒരു മുറുക്ക് കുടിക്കും, എന്നിട്ട് ഹംദ് പറയും. യാ സലാം. ഭക്ഷണം കഴിക്കണം, ഒരു ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ. വെള്ളം കുടിക്കുകയാണ്, ചായ കുടിക്കുക, ഒരു മുറുക്ക് കുടിച്ചിട്ട് അൽഹംദുലില്ലാ. എന്തായിരിക്കും ഇത്? എങ്ങനെയിരിക്കും ഇത്? നമുക്കിത് ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റുമോ? എന്നോടും നിങ്ങളോടും ഇത് പറഞ്ഞാൽ പറയും, ഇത് നടക്കൂലട്ടോ, ശരിയാവില്ലട്ടോ. എങ്ങനെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരുന്നിട്ട് ഓരോ ഉരുളക്കും പറ്റുമോ? പറ്റൂല. നമ്മൾ പറയും പറ്റൂല. പക്ഷേ നമ്മൾ അറിയണം, ഇതിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഇത് നമ്മൾ ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ വരും അൽഹംദുലില്ലാ. കാരണം എന്താ അറിയോ, ഓരോ ഉരുള ചോറും ഓരോ ഭക്ഷണവും ഓരോ മുറുക്കും നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ അറിയുകയാണ് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ ആ വ്യാപ്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരി, നാലാമത്തെ കാര്യം, ഒരു മുഖവുര എന്ന നിലയ്ക്ക് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള നാലാമത്തെ കാര്യം, ദിക്ർ സത്യത്തിൽ ഒരു പ്രലോഭനമാണ്. അങ്ങനെ തന്നെ ഞാൻ പറയാം, പ്രലോഭനമാണ്, ഇഗ്റാഅത്താണ്. പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഇടയ്ക്കിടെ ഓർക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരുപാട് സൽഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്, എണ്ണിപ്പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഒരു യാത്രയിലാണ്. അപ്പോൾ നബി, യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അന്നത്തെ യാത്ര, നബി പറഞ്ഞു സബഖൽ മുഫരിദൂൻ എന്ന് പറഞ്ഞു. വലിയ യാത്രയാണ്. സബഖൽ മുഫരിദൂൻ, മുഫരിദുകൾ മുമ്പിലെത്തി എന്ന് പറഞ്ഞു. സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചു, ആരപ്പോൾ മുമ്പ് പോയത്? സബഖൽ മുഫരിദൂൻ, മനസ്സിലായില്ല, ആരും പോയിട്ടില്ല മുമ്പിൽ. പക്ഷെ നബി പറഞ്ഞത് സബഖൽ മുഫരിദൂൻ, മുഫരിദുകൾ മുമ്പിൽ പോയി. സഹാബത്ത് ചോദിച്ചു, വമൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, ആരാ റസൂലേ മുഫരിദുകൾ? ഞങ്ങൾ കണ്ടില്ലല്ലോ ആരും പോയത്. എന്താ പറയുക മറുപടി? അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. എന്തായിരുന്നാലും ഒരു ജിഹാദിന്റെ യാത്രയായിരിക്കുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. ആ ജിഹാദിന്റെ യാത്രയിൽ റസൂൽ പറയാം, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും മുമ്പിലെത്തി, നമ്മൾ പിറകിലാണ് എന്ന്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഉദ്ദേശിച്ചത്? നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? മുമ്പിലെത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ട് മുമ്പിലെത്തലല്ല. ഒറിജിനൽ മുമ്പിലെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം യാത്ര ചെയ്യണം. ഹൃദയം യാത്ര ചെയ്ത് അല്ലാമുൽ ഗുയൂബായ റഹ്മാനായ റഹീമായ റബ്ബിലേക്ക് എത്തണം. അതാണ് മുഫരിദൂൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ, ഞാൻ പറഞ്ഞല്ലോ, ഇഗ്റാ ആണ്, പ്രേരണയാണ്, ഭയങ്കര മോട്ടിവേഷനാണ് ദിക്റിന്. നബി ഒരിക്കൽ പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. എല്ലാവരും കേട്ട ഹദീസായിരിക്കും. രണ്ട് ചെറിയ വാക്കുകൾ, പറയാൻ എളുപ്പമാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ മീസാനിൽ വലിയ കനം തൂങ്ങുന്നതാണ്, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഞാൻ ചോദിക്കട്ടെ, ഇതിലപ്പുറം എന്ത് മോട്ടിവേഷനാണ് പറയാനുള്ളത്? മറ്റൊരിക്കൽ നബി പറഞ്ഞു, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ്. അൽഹംദുലില്ലാഹ് എന്നുള്ള ഒരു വാക്ക് മാത്രം മീസാൻ നിറക്കും, ഭയങ്കര കനം തൂങ്ങും. ഇനി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ, അത് ആകാശങ്ങളുടെയും ഭൂമിയിലെയും ഇടയിലുള്ളതൊക്കെ നിറക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഈ വാക്കുകൾ നമുക്ക് അജിൽ നിന്ന് കിട്ടേണ്ടത് അതാ. ഇത് കിട്ടണം, ഈ ദിക്ർ കിട്ടണം. നോക്കൂ, ഒരിക്കൽ നബി പറഞ്ഞല്ലോ, വറാസുൽ ജന്നയെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിലെ കൃഷിയെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ.
നോക്കൂ, മോട്ടിവേഷൻ. സ്വർഗത്തിലെ കൃഷി അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് വേണ്ടി എത്ര നട്ടു? ഭൂമിയിൽ ഒരുപാട് നട്ടിട്ടില്ലേ? അല്ലെ? സ്വർഗത്തിൽ എത്ര നമുക്ക് നടാൻ കഴിയുമോ അത്രയും നമുക്ക് അവിടെ അനുഭവിക്കാൻ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിൽ നമുക്കൊരു കൃഷിയിടമുണ്ടെന്ന് വെക്കുക. അവിടെ നമ്മൾ ഏറ്റവും നല്ല ഫ്രൂട്ട്സിന്റെയും ഏറ്റവും നല്ല പഴങ്ങളുടെയും ഏറ്റവും നല്ല കായ്ക്കനികളും ഒക്കെ കൃഷി ചെയ്തു. അതിമനോഹരമായ തോട്ടം. നമ്മൾ അവിടെ ചെന്നിരിക്കൂലേ? അല്ലേ? ഫാം ഹൗസ് പറയില്ലേ? അവിടെ പോയി സുഖിക്കൂലേ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള തോട്ടം, സ്വർഗത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു തോട്ടം. അതിനെന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, യാ സലാം. ഇതിലപ്പുറം എന്ത് പ്രേരണ? നോക്കൂ, ഇസ്തിഗ്ഫാർ. ഞാൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ ദിക്റിൽപ്പെട്ടതാണ്. ഇസ്തിഗ്ഫാർ എന്താണ്? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മുടെ തെറ്റുകൾ ശുദ്ധമാക്കാൻ, വൃത്തിയാക്കാൻ. പോരാ, നമ്മുടെ ദറജ കൂട്ടാൻ, ഗ്രേഡ് കൂട്ടാൻ. സുബ്ഹാനല്ലാഹ്. എണ്ണി നോക്കൂ, എത്ര ഇനം തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു പോയത്. എന്തിനാ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. വല്ലാഹി ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ ദിക്റിനെ പ്രേരിപ്പിക്കുന്ന ഇത്രമാത്രം മനോഹരമായ ഒരു സിസ്റ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി തന്നത്. ഖുർആൻ നോക്കൂ, ഖുർആനിലേക്ക് തിരിഞ്ഞാൽ കാണാം, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറ വയുംജിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. പറഞ്ഞു അവരോട്, നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, നിങ്ങളുടെ റബ്ബ് ഗഫാറാണ്, ധാരാളം 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 പൊറുക്കുന്നവരാണ്. മാത്രമോ, നെക്സ്റ്റ് എന്താ? യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറ, ധാരാളമായി നിങ്ങൾക്ക് മഴ കിട്ടും. വയംജിദുക്കും ബിഅംവാൽ, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. വബനീന, മക്കളെ തരും. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും. വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് പുഴകളും ആറുകളും ഉണ്ടാക്കും. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടി? നിങ്ങൾക്ക് മക്കളെ വേണോ? നിങ്ങൾക്ക് നല്ല കുടുംബിനിയെ വേണോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിഭവം വേണോ? ഇസ്തഗ്ഫിരില്ല. ഇതല്ലേ പ്രേരണ? ഇതിനപ്പുറം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനപ്പുറം നോക്കൂ, ദുനിയാവിലെ വിഭവങ്ങൾ നൽകാം എന്നാ പറഞ്ഞത്. ദിക്ർ ചെയ്താൽ ദുനിയാവിലെ വിഭവങ്ങൾ കിട്ടും, അതാ പറയണത്. നോക്കൂ, കാണുന്നില്ലേ നിങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ? ഞാൻ ഇന്നലെയും പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോവുകയാണ്. നബിയുടെ പ്രിയപ്പെട്ട പുത്രിയല്ലേ? ചെന്നിട്ട് ആവശ്യപ്പെടുന്നത് ഒരു സെർവന്റിനെയാണ്. കുറെ ആളുണ്ട് അവിടെ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരാ. ഇതിങ്ങനെ വിതരണം ചെയ്യല അന്നത്തെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലേക്ക്, നിങ്ങൾ നടന്നോളിന്ന് പറഞ്ഞു. ഫാത്തിമയും അലിയും പോയി വീട്ടിലേക്ക്. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു ചെന്നു. അവരുറങ്ങാൻ നേരത്താ. എന്നിട്ട് അവരോട് ചോദിച്ചു, അല അദുല്ലുകുമ അലാ ഖൈരിൻ മിൻ ദാലിക്. മോളോടും മരുവനോടും ചോദിക്കാം, പുതിയാപ്പിളനോട്, അതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തത്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇതാണ് നിങ്ങൾക്ക് ഞാനൊരു സെർവന്റിനെ തരുന്നതിനേക്കാളും നല്ലത്. എന്തുകൊണ്ടാണ്? നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമയുടെ കൈ കാണിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത് എനിക്ക് സെർവന്റ് വേണമെന്ന്. കൈയൊക്കെ തയമ്പ് വന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. തയമ്പ് കാണിച്ചു കൊടുത്തിട്ടാ പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ശാരീരികമായി നിങ്ങളുടെ സുഖത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന് പോലും എന്ത് പറ്റും? ദിക്ർ പറ്റും. പക്ഷെ നമ്മൾ മറന്നുപോലെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയണത്, ഞാൻ ജീവിതത്തിൽ പിന്നെ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ സഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, സഫീൻ ദിവസമോ? അന്നും സഫീൻ ഏറ്റവും കഠോരമായ ദിനമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം. അന്ന് പോലും നമ്മളെന്നും മറക്കും. ഒറ്റ ദിവസവും ചൊല്ലിയിട്ടില്ല. നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് എന്താവും? ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ TV കണ്ടിട്ട് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ട് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ സ്വറ പറഞ്ഞിട്ട് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ നോവൽ വായിച്ചിട്ട് ഉറങ്ങിപ്പോവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് എത്തണ്ടേ? അതിനാണ് നമ്മൾ ഹജ്ജിന് കൊണ്ടുവന്നത്. അതിനാണ് ഹജ്ജ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് സഹോദരന്മാരെ. ദിക്ർ അത്ഭുതമാണ്. എന്തുമാത്രം പ്രേരണ, എന്തുമാത്രം പ്രതിഫലം, എന്തുമാത്രം നന്മകൾ. ദുനിയാവിൽ പോലും നന്മകൾ, ആഖിറത്തിൽ വേറെ നന്മകൾ. എന്നിട്ട് അള്ളാഹുമായുള്ള ബന്ധിപ്പിക്കൽ. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ. സുബ്ഹാനല്ലാഹ്. അഞ്ചാമത്തെ കാര്യം,
എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഖവുര, നമുക്ക് ഹജ്ജിലേക്ക് കിടക്കണമല്ലോ. 5-ാമത്തെ കാര്യം, ഈ ദിക്റിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാ? മുത്തലഖായ പറഞ്ഞത്, നിരുപാധികം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ചോദിക്കുക, കം, എത്ര ചൊല്ലണം ദിക്ർ? കസീറ, കസീറ. നോക്കൂ, ഇരിക്കുമ്പോ തസ്ബീഹ് അല്ലെ, നിൽക്കുമ്പോ തസ്ബീഹ്, തക്ബീർ, ഇസ്തിഗ്ഫാർ, തഹല്ലുൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എണ്ണാൻ പറ്റൂ? എത്ര എണ്ണാൻ കഴിയോ? 1000, 10,000, ലക്ഷം. ഇത് എണ്ണിക്കണക്കാക്കി എവിടേക്കും കൊടുത്തേക്കാനുള്ളതല്ല. അല്ല, ചില ആൾക്കാരൊക്കെ ഇപ്പം സലാത്തും ഇസ്തിഗ്ഫാറും ഒക്കെ എണ്ണി കണ്ട് ചാക്കിലിട്ട് പാർസലാക്കി കൊടുത്തേക്കുണ്ടല്ലോ. അതിനല്ല. ഇതെന്തിനാ? ഇത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മയ്ക്ക് വേണ്ടി. എന്ത് ചെയ്യണം? ദിക്റൻ കസീറ. നമുക്ക് അള്ളാഹുമായുള്ള ബന്ധമുണ്ടാക്കുകയാണ്. അതിനാണ്, ആ ബന്ധത്തിനാണ് ദിക്റൻ കസീറ. എല്ലാ സന്ദർഭത്തിലും കണ്ടില്ലേ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, എല്ലാ സന്ദർഭത്തിലും. എപ്പോഴാണ് വിശ്വാസിക്ക് ദിക്റില്ലാത്ത സമയം? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഹജ്ജിലേക്ക് പോകാം. ഹജ്ജിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് ദിക്ർ കാണാം. നോക്കൂ, ഹജ്ജ് തുടങ്ങുന്നത് എങ്ങനെ? ഹജ്ജ് ആരാ തുടങ്ങിയത്? ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലെ. കഅബാലയം പണിതിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്ന ആദ്യത്തെ കൽപ്പന എന്താ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ആദ്യത്തെ കൽപ്പന അല്ലെ, ഹജ്ജിന് വേണ്ടി വിളംബരം നടത്തും. എന്തിനാ? അടുത്ത വരി അതാ, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹ് وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَعْلُومَاتٍ. അറിയപ്പെടുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വളരെ കൃത്യമാണ്. ലിയദ്കുറു, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു. ആ ലാം എന്തിനുള്ളതാ? അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ലാമു തഅലീല. എന്തിനാണ് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്? എന്തിനാണ് ഹജ്ജിന് വിളിച്ചത്? നിങ്ങൾ ദിക്റിന്റെ ആളുകളായി മാറാൻ ഹജ്ജിന് വിളിച്ചത് അതിനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കഅബാലയം പണിത ശേഷം പറയുന്ന ആദ്യത്തെ കൽപ്പന വിളിക്കാനാണ്. ഹജ്ജിന് വേണ്ടി വിളിക്കാൻ. എല്ലാ നാട്ടിൽ നിന്നും, എല്ലാ ദിക്കിൽ നിന്നും വരും. ആ വരവൊക്കെ ഇങ്ങനെ അള്ളാഹ് പറഞ്ഞത് എന്ത് രസാന്ന് നിങ്ങൾ ആലോചിച്ചു. എന്താണ് ലക്ഷ്യം? എന്തിനാ ഈ വരവ്? ഇവിടെ കച്ചവടം ചെയ്യാനാണോ? ആണോ? ഇവിടെ ഏതെങ്കിലും ടൂറിസത്തിന് വരികയാണോ? നോ. അല്ലേ? നോക്കൂ, സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ ഇത്ര ദൂരത്തേക്ക് വരുന്നത്? ഇമാതിരി കഷ്ടപ്പെട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങേ അറ്റത്തുനിന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഹജ്ജിന് വരുന്നില്ലേ? എന്തിനാ മക്കത്തേക്ക് തന്നെ വരുന്നത്? ഇവിടത്തേക്ക് തന്നെ വരുന്നത് എന്താ? അവരുടെ നാട്ടിലിരുന്ന് അവർ ദിക്ർ ചെയ്താൽ പോരെ? അല്ല, പോരാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതൊരു പാഠശാലയാണ്. ഹജ്ജ് ഒരു പാഠശാലയാണ്. ആ പാഠശാലയിലേക്ക് വിളിച്ചതാ നിങ്ങൾ. ഇതൊരു ട്യൂഷൻ സെന്ററാ, അങ്ങോട്ട് വിളിച്ചതാ. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇരുന്ന് ദിക്റെല്ലാം പറഞ്ഞാൽ പോരെ? ദിക്ർ ചെയ്യാൻ പറഞ്ഞാൽ പോരാ. ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നാം ദിക്റിലാകണമെന്നാണ്, എങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്നാണ്. നോക്കൂ, 5-6 ദിവസം നിരന്തരം വേറെ ഒരു പണിയില്ല, എല്ലാം ഒഴിവാക്കി അല്ലെ. നാട് വിട്ടു, ജോലി വിട്ടു, ബിസിനസ് വിട്ടു, കുടുംബത്തെ വിട്ടു, എല്ലാം വിട്ടു. എന്തിനാ വന്നത് ഈ 5 ദിവസം 5-6 ദിവസം? വയദ്കുറു സ്മല്ലാഹ്. ഇത് പഠിക്കണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകണം. അതിനാണ് ഈ യാത്രയിലെ എൻജോയ്മെന്റ് എന്താ? എല്ലാ യാത്രക്കും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇതിനെന്താ? ദിക്റുല്ലാഹ്. 5-6 ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ കൂടെ 5-6 ദിവസം അള്ളാഹുവിനെ എങ്ങനെ ഓർക്കന്നെ, ധാരാളം ഓർക്കുക. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഹജ്ജ്. അള്ളാഹു, ഞാൻ പറയണതല്ല, അള്ളാഹു തആല പറയാ, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹ്. നമ്മൾ ഹജ്ജിന്റെ വായിച്ചിട്ടില്ലേ? ഹജ്ജിന്റെ ഈ ആയത്തുകൾ വായിച്ചിട്ടില്ലേ? നോക്കൂ, നിങ്ങൾ ഹജ്ജിന്റെ മനാസിക്കുകളിലേക്ക് നോക്കൂ, ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഈ ദിക്ർ അതിന്റെ ബാഹ്യമായും കാണാം, ആന്തരികമായും കാണാം. ഓരോ സ്റ്റെപ്പിലും എന്താ?
ഓരോ സ്റ്റെപ്പിലും. തവാഫിൽ എന്താ, ജംറയിൽ കല്ലെറിയുമ്പോ എന്താ, പിന്നെ അറഫയിൽ എന്താ, സഅയിൽ എന്താ, ഒക്കെ ഇതന്നെ അല്ലേ. ഇനി നോക്കൂ, സൂറത്ത് ഹജ്ജിലേക്ക് പോയാൽ അവിടെ കാണാം വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ. എന്തിനാ? ലിയദ്കുറു സ്മല്ലാഹ്. പച്ചയായിട്ട് പറഞ്ഞു, അള്ളാഹു മൻസക്ക് നിശ്ചയിച്ചതിന് ഓരോ ഉമ്മത്തിനും ലിയദ്കുറു സ്മല്ലാഹ്. അതേ വാചകം, ഇതേ ഉള്ളൂ, വേറെ ചോദ്യമല്ല, വേറെ ഉത്തരല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ സംഗതി അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ രംഗം, ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഹജ്ജിന്റെ പ്രഖ്യാപനം അള്ളാഹു ഖലീലുല്ലാഹിയോട് പറഞ്ഞിട്ട് ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താ? ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നാം ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക്, ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നു. അവിടെയൊക്കെ എന്താ ഉള്ളത്? അവിടെയൊക്കെ ദിക്ർ, അവിടെയൊക്കെ ഈ പറഞ്ഞ മഖ്സദ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഇഖാമത്തു ദിക്രില്ല എന്ന മഖ്സദ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ ഉണ്ടാക്കി തീർക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ന മഖ്സദിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇഹ്റാം ചെയ്തത് മുതൽ എന്താ? ഇഹ്റാം ചെയ്തപ്പോൾ തെൽബിയത്ത് എന്താ? ദിക്ർ. ഹറമിൽ വന്നു, തവാഫ് ചെയ്യുമ്പോൾ എന്താ? ദിക്ർ അല്ലേ. സഅയ് ചെയ്യാൻ വേണ്ടി സഫയിലും മർവയിലും ചെന്നു, എന്താ ഉള്ളത്? തുടങ്ങണ തന്നെ എന്താ? ദിക്ർ. അറഫയിൽ പോയി, എന്താ അവിടെ ഉള്ളത്? ദിക്ർ അല്ലേ. പിന്നെ മുസ്ദലിഫയിൽ വന്നു, എന്താ പറഞ്ഞ്? ദിക്ർ അല്ലേ. മുസ്ദലിഫയിൽ നിന്ന് പിറ്റേ ദിവസം പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, മിനയിലേക്ക് പോവുകയാണ്. പോകുമ്പോ എന്താ? ദിക്ർ, തസ്ബീഹ്, തൽബിയത്തും പിന്നെ ദിക്റും തക്ബീറും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് തിരിച്ച് കല്ലൊക്കെ എറിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ച് വീണ്ടും എവിടെ വരികയാണ്? അയ്യാമു തശ്രീഖിന്റെ ദിവസം മിനയിൽ വരിക. അവിടെ എന്താ പരിപാടി? ദിക്ർ അല്ലേ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ഫുള്ള് ദിക്ർമയം. എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അയ്യാമു തശ്രീഖിന്റെ ദിവസം മിനയിൽ വന്നാൽ എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ദിക്ർ. വേറെന്താ ഉള്ളത്? നിസ്കാരം പോലും അവിടെ എന്താണ്? ശ്രദ്ധിച്ചോ ശരിക്ക്. നിസ്കാരം പോലും എന്താ? ഖസ്ർ. 4 റക്അത്ത് നിസ്കരിക്കണ്ട, സുന്നത്ത് നിസ്കരിക്കണ്ട, പിന്നെന്താ? ദിക്ർ. യാ അല്ലാഹ്, യാ അല്ലാഹ്. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് സഹോദരന്മാരെ? എന്താ ഉദ്ദേശിച്ചത്? രാപ്പകൽ ഇടതടവില്ലാതെ നമ്മൾ ഇതിൻ്റെ ആളുകളാകണം എന്ന്. നോക്കൂ, മൂന്നാമത്തെ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തെ രംഗം, ഹജ്ജ് എന്ന ഇബാദത്തിന്റെ കഴമ്പെന്താ, കാമ്പെന്താ? എന്താ? ദിക്ർ. ഹജ്ജ് എന്ന ഇബാദത്തിന്റെ കാമ്പ്, കഴമ്പ്, അത് ദിക്റ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങേതാ? അൽ ഹജ്ജു അറഫ അല്ലെ. അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ എന്തില്ല? ഹജ്ജില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അത് ഒരു സംഭവം കൂടി പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോക്കൂ, നമ്മൾ ദുൽഹജ്ജ് 10 അന്ന് സുബിഹി വരെയെങ്കിലും ഉള്ള സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ എന്തില്ല? ഹജ്ജില്ല. അത്ര ശക്തമായ ഹജ്ജില്ല എന്ന് പറയുന്ന ഒരു കർമ്മം അവിടെ എന്താ ചെയ്യാള്? എന്താ ചെയ്യാള്? അള്ളാഹു റസൂൽ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? അഫ്ളലു ദുആ യൗമി അറഫ وخير ما قلت أنا والنبيون من قبل لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അറഫയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അതാണ്. അപ്പൊ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, അതില്ലെങ്കിൽ ഹജ്ജില്ല. ആ കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ? ദിക്ർ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അവിടെ സ്വർഗം ചോദിക്കാം, നരകത്തിൽ നിന്ന് വിടുതലിനെ ചോദിക്കാം, ഒക്കെ ചോദിക്കാം, അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാം, ഒക്കെ ചോദിക്കാം. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് എന്താ? അത് റസൂലുള്ളാഹിന്റെ വാക്ക് കണ്ടില്ലേ? എന്താ? ഈ ദിക്റ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. സുബ്ഹാനല്ലാഹ്. നമ്മൾ അറഫയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. അറഫയിൽ ചെന്നാൽ തന്നെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പൊ അവിടെ ഇരുന്നിട്ട് അതാലോചിക്കുക നമ്മള്. അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെയാണ്, അതാണ് ദിക്ർ.
അതാണ് ഈ ദിക്ർ. നമുക്ക് മനസ്സിലാകണം, അറഫയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയണം, എൻ്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പാപങ്ങൾ ഇതാ മുഴുവൻ പൊറുത്തിരിക്കുന്നു, എന്നെ ഇതാ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ആ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു നിമിഷത്തെ നമ്മൾ അനുഭവിക്കണ്ടേ, ആസ്വദിക്കണ്ടേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ കയ്യിലുള്ള എല്ലാ അമലുകളും ഒരു തട്ടിലും, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനാണ് ഖനം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തൗഹീദിന്റെ ദിക്റാണ് അറഫയിൽ വെച്ച് പറയാൻ പറഞ്ഞത്. ആ തൗഹീദിന്റെ ദിക്റാണ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ്. അതുകൊണ്ടാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഹജ്ജ് എന്ന ഇബാദത്തിന്റെ ലുബ്, കാമ്പ്, കഴമ്പ് അതെന്താ? അത് അൻ തഈശ ഫീ ദിക്രില്ലാഹ്, നീ അള്ളാഹുവിന്റെ ദിക്റിൽ ജീവിക്കലാണ്. അതുകൊണ്ടാണല്ലോ അയ്യാമു തശ്രീഖിന്റെ ദിനം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ. ആദ്യത്തെ നമ്മൾ രണ്ടും നല്ലോ ചെയ്യും. അയ്യാമു അക്ലിൻ ഷുർബിൻ, നല്ലോം ഭക്ഷണം കഴിക്കും, നല്ലോം വെള്ളം കുടിക്കും, ജ്യൂസ് കുടിക്കും, അത് കുടിക്കും, ലെമൻ കുടിക്കും, ഒക്കെ കുടിക്കും. മൂന്നാമത്തതോ വദിക്രിൻ. എത്ര സഹോദരന്മാരെ, അള്ളാഹു നമ്മൾ എത്തിച്ചേരുമാറാകട്ടെ. ഈ ഒരു ജീവിതമാണ് നമ്മൾ മിനയിൽ ജീവിക്കാനുള്ളത്. ഈ ഒരു ജീവിതം, ദിക്റിലുള്ള ജീവിതം. നോക്കൂ, ഒരു ഹാജി അറഫയിലേക്ക് വരുമ്പോൾ, മുസ്ദലിഫയിലേക്ക് വരുമ്പോൾ, മിനയിലേക്ക് വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ ഇഹ്റാം ധരിച്ചാണ് വരുന്നത്. ഒരുപാട് സംഗതികൾ സൂക്ഷിച്ചാണ് വരുന്നത്. ഒരുപാട് റുക്നുകളും വാജിബാത്തുകളും ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടിയാണ് വരുന്നത്. ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ദിക്റില്ലെങ്കിലോ, യാ അല്ലാഹ്, ദിക്റില്ലെങ്കിലോ സഹോദരന്മാരെ, എല്ലാം ഉണ്ട്, ദിക്റില്ല. എല്ലാം ഭയങ്കര ശ്രദ്ധ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുടി പോയോ, എൻ്റെ മുടി വീണുപോയോ, ഭയങ്കര ശ്രദ്ധയാണ്. എൻ്റെ തല മറഞ്ഞുപോയോ, ശ്രദ്ധയാണ്. പക്ഷേ ഇത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ദിക്ർ കുറഞ്ഞു പോയോ? ദുഃഖിക്കേണ്ടത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ഹജ്ജുകൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഹജ്ജുകളുടെ ടെന്റുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെയൊക്കെ മിനയിലെ ടെന്റുകളിൽ വല്ലാത്ത ചർച്ചയാണ്, തമാശയാണ്. ദുനിയാവ് പറഞ്ഞിട്ടുള്ള ചർച്ച. എൻ്റെ സഹോദരന്മാരെ, അതതിൻ്റെ സ്ഥലമല്ല. അവിടുന്ന് കേൾക്കേണ്ടത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ്. ദിക്റുകൾ കൊണ്ട് ശബ്ദമുഖരിതമാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജ് അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജ് അങ്ങനെയായിരുന്നു. അറഫയിലും മിനയിലും ഒക്കെ അതാണ്. അവിടെ കേൾക്കേണ്ട ശബ്ദം തഹ്ലീലിന്റെ ശബ്ദമാകണം, തക്ബീറിന്റെ ശബ്ദമാകണം, തഹ്മീദിന്റെ ശബ്ദമാകണം. നമ്മുടെ ടെന്റുകളൊക്കെ ഈ ശബ്ദം കൊണ്ട് മുഖരിതമാകണം. അതാണ് മിനയിലെ ഓരോ മണൽത്തരികളും. ആ മണൽത്തരികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ദിക്റിന്റെ കഥകൾ പറയാനുണ്ട്. നമ്മുടെ കഥ പറയാൻ മിനയുടെ മണൽത്തരികൾക്ക് സാധിക്കണം. അള്ളാഹുവിനോട് സാക്ഷി നിൽക്കണം. നമ്മൾ ചെയ്യണം. സഹോദരന്മാരെ, നമ്മൾ ഹജ്ജിന് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇഹ്റാം ചെയ്ത് തൽബിയത്തിൽ ഇങ്ങനെ പോവുകയാണ്. വഴിയിലും ബസ്സിലും ട്രെയിനിലും ടെന്റിലും എല്ലാ സ്ഥലത്തും തിരക്ക് വന്നു, ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നു, ട്രാഫിക് കൺജഷൻ വന്നു. നമ്മുടെ ചിന്ത അതല്ല. അത് പോയിക്കോളും. അതിന് ചില സംഗതികൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ട് അത് പോയിക്കോളും. നമ്മുടെ ചിന്ത അതാകാൻ പാടില്ല. നമ്മൾ ദിക്റിൽ ജീവിക്കണം. നമുക്ക് വേറെ ചിന്തയില്ല. അല്ലാഹു അക്ബർ. അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. സഹോദരന്മാരെ, നാലാമത്തെ കാര്യം നോക്കൂ, ഞാൻ നിങ്ങളെ ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യം കേൾപ്പിച്ചു തരാം. ഭയങ്കര അത്ഭുതമുള്ള കാര്യം. ഹജ്ജിനെ കുറിച്ച് ഖുർആനിൽ 3 സ്ഥലത്ത് വന്ന പരാമർശങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നാമത്തേത് സൂറത്തുൽ ബഖറയിലാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. സൂറത്തുൽ ബഖറയിൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഹജ്ജിന്റെ ഹുക്ം ഇങ്ങനെ പറയാം. ഫഇദാ അഫൽതും മിൻ അറഫാതിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. എന്താ പറഞ്ഞത്? അറഫയിൽ നിങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മശ്അറുൽ ഹറാമിൽ എത്തിയാൽ അവിടെ വെച്ച് നിങ്ങൾ ഫദ്കുറുല്ലാഹ്. അറഫയിൽ എന്തേനു പണി? അറഫയിൽ ഫുള്ള് ദിക്റായിരുന്നു അല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റിലായിരുന്നു നമ്മൾ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറഫയിൽ നിന്ന് തിരിച്ചു പോരുമ്പം ദിക്ർ, എന്നിട്ട് അവിടെ എത്തിയിട്ട് ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അരിൽ ഹറാം എന്ന് പറഞ്ഞാൽ മുസ്ദലിഫയാണ്. അവിടെയും എന്ത്? ദിക്ർ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ, ഹാജിമാരെ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ അറഫയിൽ മുഴുവൻ ദിക്റിലായിരുന്നു. ആ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു രാത്രിയേ കഴിഞ്ഞിട്ടുള്ളൂ. പിറ്റേ ദിവസം ദുൽഹജ്ജ് 10 സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാൻ അവിടെ ഇരിക്കാനാ, ദിക്ർ ചെയ്യാൻ. സൂര്യന്റെ ആ പ്രകാശം മങ്ങുന്നത് വരെ അവിടെ ഇരിക്കാൻ. എന്താ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, മാ കല്ല വലാ മല്ല വലാ ഫതറ വലൻ ഖതഅ മിനൽ ദിക്ർ. ദിക്ർ നമ്മളെ ക്ഷീണിപ്പിച്ചിട്ടില്ല, ദിക്ർ നമ്മളെ മടിപ്പിച്ചിട്ടില്ല, ദിക്ർ മുറിഞ്ഞു പോകാൻ പാടില്ല. തഹ്ലീൽ, ദിക്ർ, ദുആ. കരഞ്ഞ കണ്ണുകൾ ഉണ്ടാകണം, ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ അറിയോ? മുസ്ദലിഫയിൽ വെച്ച് ദിക്ർ ചെയ്യാൻ പറഞ്ഞിട്ട് പറയുന്നത് വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. സുബ്ഹാനല്ലാഹ്. വദ്കുറൂഹു കമാ ഹദാകും. നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ റബ്ബ്? ഓർക്കുക റബ്ബനെ അവിടെ ഇരുന്നിട്ട്. എന്നിട്ടോ നീ കേട്ടോ, അവിടെ നിന്ന് നീക്കുക. സുബ്ഹി നിസ്കരിച്ചു, വെട്ടം വെച്ചു, നമ്മളവിടെ എഴുന്നേൽക്കുക. അപ്പോൾ എന്താ പറയണത്? സുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസു വസ്തഗ്ഫിറുല്ലാഹ്. ഒഴുകിക്കോടി, ജനങ്ങൾ ഒഴുകുന്ന ദിക്കിലേക്ക് നിങ്ങളും ഒഴുകിക്കോ. എങ്ങോട്ടാ ഒഴുകണത്? മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കും, മിനയിൽ നിന്ന് കഅബാലയത്തിലേക്കും ഒഴുകുകയാണ്. ഒഴുകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വസ്തഗ്ഫിറുല്ലാഹ്, ദിക്റൻ, ഇസ്തിഗ്ഫാർ. എല്ലാവരും ശ്രദ്ധിക്കണേ. ആ പോക്കിൽ മുഴുവൻ അധികവും നമ്മൾ കേൾക്കേണ്ടത് ഇസ്തിഗ്ഫാറ. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർന്നില്ല, ഞാൻ കേട്ടോ. ഫഇദാ ഖദൈതും മനാസികകും ഫദ്കുറുല്ലാഹ്. 5-6 ദിവസം നിങ്ങൾ ഹജ്ജാകുന്ന സ്കൂളിൽ പഠിച്ചു, ഹജ്ജാകുന്ന പാഠശാലയിൽ പഠിച്ചു, ഹജ്ജാകുന്ന വലിയ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞാൽ ഫൈദാ ഖദൈതും മനാസികകും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങളിൽ നിങ്ങൾ വിരമിച്ചാൽ ഫദ്കുറുല്ലാഹ്, അവിടെയും ദിക്ർ. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, കദിക്രിക്കും ആബാഅക്കും. ഹജ്ജൊക്കെ കഴിയുമ്പോൾ ഭയങ്കര രസാ. ഹജ്ജ് കഴിയുന്നത് വരെ ആരും ഒന്നും ഓർക്കൂല. ഹജ്ജൊക്കെ കഴിയുമ്പോൾ പിന്നെ വീട്ടുകാരെ ഓർമ്മിക്കും, നാട്ടുകാരെ ഓർമ്മിക്കും. അള്ളാന്റെ വാക്കതാ, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാ. പോരാ, ഔ അശദ്ദ ദിക്റാ, അതിനേക്കാൾ കഠിനമായി ഓർക്കണം. സുബ്ഹാനല്ലാഹ്. എന്തായിരുന്നു അറഫയിലും മുസ്ദലിഫയിലും മിനയിലും ഒക്കെ എന്തായിരുന്നു പടി? ദിക്ർ തന്നെ അല്ലേ? എന്നിട്ട് നോക്കൂ, എന്നിട്ട് ഹജ്ജിന്റെ സംഗതികൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. അതാണ് അയ്യാമുൽ തശ്രീഖ്. അവിടെയും ദിക്ർ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര രസല്ലേ? എന്നിട്ട് പറയണ ഭയങ്കര രസമുള്ള ഒരു വാക്കുണ്ട് അവിടെ. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. നിങ്ങൾക്ക് ധൃതി ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ 3 ദിവസം നിന്നോ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്ത് കിട്ടണം? ദിക്ർ കിട്ടണം. സുബ്ഹാനല്ലാഹ്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. മുഴുവൻ സൂറത്തുൽ ബഖറയാണ് പറയും. ഇതിൽ മുഴുവൻ എന്താ? ഹജ്ജ് പറഞ്ഞിടത്തൊക്കെ എന്തുണ്ട്? ദിക്ർ. അള്ളാഹുവിനെ സ്മരിക്കാനുള്ള കൽപ്പനയുടെ വൈവിധ്യപൂർണമായ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്ക്. എന്താ കാരണം? അത് നമ്മുടെ ആത്മാവിനെ ഒരുക്കും, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി തയ്യാറാക്കും അള്ളാഹുവിലേക്ക് പോകാൻ, നമുക്ക് സ്വർഗത്തേക്ക് പോട്ടെ. അതിലാണ് നമ്മുടെ ഹജ്ജ് വേളയിൽ നമുക്ക് സമയം മറ്റൊന്നിനുമല്ല, ദിക്റിനാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നമ്മുടെ ഖൽബ് നിറക്കണം. നമ്മൾ ഖൽബ് നിറക്കണം. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളെയും തളർത്തിക്കളയണം. എനിക്കൊന്നിനും ഒഴിവില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ദിക്ർ കിട്ടണം, എനിക്ക് ദിക്ർ കിട്ടണം. നമ്മുടെ ഏക ശ്രദ്ധ അതായി മാറണം. ഹജ്ജ് ദിവസങ്ങളിൽ മുഴുവൻ ഹാജിമാരും രാപ്പകൽ ഇതായിരിക്കണം. അവർക്കതേ ഉള്ളൂ. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. ഇനി നോക്കൂ, അപ്പൊ സഹോദരന്മാരെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹജ്ജിലെ 3ാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക എന്നതാണ്. ഇത്
അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരെ ചില രംഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര ഈ ദിക്റുമായിട്ട് ബന്ധപ്പെട്ട ചില രംഗം. അതിലൊന്നാമത്തേത് നോക്കൂ, എന്തൊരു സങ്കടം വരിക. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിക്റാണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ നമ്മൾ സാധാരണ ഹജ്ജിൽ കാണാറ് ഏറ്റവും കുറച്ച് ദിക്റായിരിക്കും, അല്ലേ? അഖല്ലു ഷൈ യുമാരിസുൽ ഹജ്ജ് ഹുവ ദിക്റുല്ലാഹ്. മാറണ്ടേ? നമ്മൾ മാറണം. നിങ്ങൾ ആലോചിക്കുന്ന സാധനമാരെ, നമ്മൾ എല്ലാ ഹജ്ജിമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് നമ്മുടെ മനസ്സിലെങ്കിലും എണ്ണി നോക്കണം. ഞാൻ ഇഹ്റാം ചെയ്തിട്ട് കഅബയിലെത്തുന്നത് വരെ എത്ര പ്രാവശ്യം തൽബിയത്ത് ചൊല്ലി. എണ്ണാൻ റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഞാൻ ആ വർദ്ധിക്കാൻ വേണ്ടി പറയാം. നമ്മൾ മിനയിലേക്ക് പോകുമ്പോൾ, മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ, അറഫയിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് എണ്ണണം. എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഞാൻ പറഞ്ഞു. അതല്ല ഏറ്റവും പ്രധാനം. എത്ര പ്രാവശ്യം ഞാൻ തൽബിയത്ത് ചൊല്ലി. തിരിച്ച് മുസ്ദലിഫയിൽ വന്നിട്ട് രാത്രി കടന്നുറങ്ങാനാ പറഞ്ഞത്, അല്ലേ? മഗ്‌രിബ് വിഷയം ജമ്മും കസറും നിസ്കരിച്ചാൽ ഉറങ്ങിക്കോ, എഴുന്നേറ്റിട്ടാ ദിക്ർ. ആലോചിക്കണം നമ്മൾ. ഭയങ്കര അത്ഭുത, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. പക്ഷേ അതാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കുറച്ച് ചെയ്യാറുള്ളത്. മാറണം. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളിപ്പോൾ 5-6 ദിവസം ദിക്റിലായല്ലോ, അല്ലേ? ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആൾക്കാർ പറയാം ഞാൻ ബിസിയാണ്, എനിക്ക് സമയമല്ല. എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമ്മൾ അലി ഇബ്നു അബീ താലിബിൻ്റെ കഥ പറഞ്ഞത് എന്തിനാ? സഫീൻ യുദ്ധത്തിൻ്റെ അന്ന് പോലും, ആ രാത്രി പോലും ഈ തസ്ബീഹ് പറഞ്ഞല്ലോ. എന്ത് തിരക്കുണ്ടായാലും സഹോദരന്മാരെ, ഈ ദിക്റിനെ കുറിച്ചുള്ള ഗഫലത്ത്, അശ്രദ്ധ നമുക്ക് വരാൻ പാടില്ല. ഞങ്ങളോട് പറയാണ്, നിങ്ങളുടെ ആയുസ് മുഴുവൻ ഉത്കണ്ഠയിലാണെന്ന് വെക്കുക. ജീവിതം മുഴുവൻ ഉത്കണ്ഠയിലാണ്, ടെൻഷനിലാണ് വെക്കുക. ആ ടെൻഷനെ സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ആ ജീവിതം മുഴുവൻ അധ്വാനിക്കുന്നത് എന്ന് വെക്കുക. എന്നാൽ പോലും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തരുത്. ചില അവസരങ്ങൾ നമുക്ക് ലഭിക്കാറില്ലേ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞ ഒരുപാട് അവസരങ്ങളുണ്ട്. രാത്രി ഉറക്കം വരാത്ത രാത്രികളില്ലേ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിന്റെ ജ്വാല മങ്ങിപ്പോകരുത്. ആ ജ്വാല മങ്ങും എപ്പോ? ദിക്ർ പോയാൽ എന്തുണ്ടാവും? നമ്മുടെ ഹൃദയത്തെ പാപങ്ങൾ ചുറ്റിപ്പൊതിയും. കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് പാപങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്ന രീതിയിലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസം ദുർബലമാകുന്ന, നമ്മുടെ ആത്മീയമായ കരുതൽ കുറയുന്ന, നമ്മുടെ ഹൃദയങ്ങൾ വരണ്ടുപോയി എന്ന് നമുക്ക് തോന്നുന്ന അത്തരത്തിലുള്ള ആത്മീയമായ ഒരു വരൾച്ചയിലേക്ക് നാം പോകരുത്. അത്തരം ബലഹീനമായ നിമിഷങ്ങൾ നമുക്കുണ്ടാകരുത്. നമുക്ക് ഈ ഹജ്ജിലൂടെ ഉണ്ടാകേണ്ടത് ഇനി അങ്ങോട്ട് നാം ഭയങ്കരമായ സ്ട്രോങ് ആകണം. അതെ, അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദിവസങ്ങളാണ് ഈ 5-6 ദിവസം തന്നത്, അല്ലെ? ഇങ്ങനെ ജീവിക്കാൻ കഴിയും നിങ്ങൾ വിചാരിച്ചിട്ടോ? ഹജ്ജിന് വരുമ്പോൾ പലരും ചോദിച്ചില്ലേ, എനിക്ക് കഴിയോ? ആ മിനയിലെ, ആ മുസ്ദലിഫയിലെ ആ മരുഭൂമിയിൽ എനിക്ക് കിടക്കാൻ കഴിയോ ചോദിച്ചിട്ടില്ലേ? പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. സാധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ആ ടെന്റിൽ പോയി എനിക്ക് കിടക്കാൻ പറ്റുമോ? ഞാൻ നല്ല AC ഉള്ള ബെഡ്റൂമിൽ, നല്ല ബെഡിൽ, നല്ല സുഖത്തോടു കൂടി ഒക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടില്ലേ? പക്ഷെ അള്ളാഹു സാധിപ്പിച്ചു തന്നില്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ എത്തണം. ഈ ദിക്റിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മളെ എത്തിച്ചു തരും. അത് നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹജ്ജിൻ്റെ ഈ ദിവസങ്ങൾ നിങ്ങൾ ഹറമിൽ പോയി ജീവിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ എന്തുമാത്രം ഇബാദത്തുകൾ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലരും ഹജ്ജിന് പോകുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ട് ഹറമിലിരുന്ന് ഒരു ഖത്തം തീർക്കണമെന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ ദിക്റാണല്ലോ ഖുർആൻ ഓതൽ. ഖത്തം തീർക്കണം. ഇനി തിരിച്ചു വന്നിട്ടോ മുസ്ഹഫിൻ്റെ ഒരു പേജ് ഒരു ദിവസം വായിക്കാൻ പോലും സമയമില്ലാത്ത വിധം ബിസി ഷെഡ്യൂൾഡായ ബിസിനസ്മാൻ ആകാണ്. ഇത് പറ്റൂല.
നമുക്ക് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദിക്ർ തന്നിട്ടില്ലേ? ഉറങ്ങുമ്പം അല്ലേ, എഴുന്നേൽക്കുമ്പം, ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാ സമയത്തും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ ആഗ്രഹിച്ചില്ലേ? എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും. നോക്കൂ, ഇതാണ് നമുക്ക് ഹജ്ജ് നൽകേണ്ടത്. ഹജ്ജ് സഹോദരന്മാരെ നമുക്ക് വല്ലാത്തൊരു ജീവിതം തരണം, വല്ലാത്തൊരു ജീവിതം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുമെന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചു കാണിച്ചു തന്നു. നോക്കൂ, നമ്മൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ, ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വൈകുന്നേരത്തെ ദിക്ർ, നമ്മുടെ ദിവസം അവസാനിപ്പിക്കുന്ന ദിക്റുണ്ട്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ദിക്ർ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, അല്ലെങ്കിൽ ഒരുപാട് ദിക്ർ, റബ്ബി ഖിനി അദാബക യൗമ തുബഅസ് ഇബാദ്, അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വദഅതു ജംബി, എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന. എത്ര ദിക്റുകളാ അല്ലേ, ഭയങ്കര ദിക്റല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ ദിവസം നമ്മൾ കണ്ണു തുറക്കുക, നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ വാചകം എന്താ? അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയല്ലേ ആരംഭിച്ചത്? എന്താ അവിടെ ഇരുന്ന് പറഞ്ഞത്? വീട്ടിലിരുന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി, എൻ്റെ ആത്മാവ് എനിക്ക് തിരിച്ചു തന്ന റബ്ബേ നിനക്കാണ് സ്തുതി. വഅഫാനി ഫീ ജസദി, എഴുന്നേറ്റപ്പോൾ കൈയും കാലും ഒക്കെ അനങ്ങുന്നുണ്ട്, അത് ആഫിയത്തുണ്ട്. വഅദിനലി ബിദിക്രി, അങ്ങനെ ദിക്ർ ചെയ്യാൻ എനിക്ക് അവസരം നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി. എഴുന്നേറ്റ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്നു, അപ്പോഴും എന്ത്? ദിക്ർ. ടോയ്ലറ്റിൽ കയറുമ്പോൾ ദിക്ർ, വുളു ചെയ്യുന്നു, വുളു ചെയ്യുമ്പോൾ തുടങ്ങുമ്പം ദിക്ർ, അവസാനിക്കുമ്പോൾ ദിക്ർ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദിക്ർ, പള്ളിയിലേക്ക് പോകുന്നു, നടക്കുമ്പോൾ ദിക്ർ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചന്ദ്രനെ കാണുമ്പോൾ ദിക്ർ അല്ലെ, കോഴി കൂവുന്നത് കേൾക്കുമ്പോൾ ദിക്ർ, കാറ്റടിക്കുമ്പോൾ ദിക്ർ. എന്താ അള്ളാഹുവിന്റെ അടിമകളെ ചിന്തിച്ചു നോക്കൂ, എന്താണിത്? എന്തിനാണിത്? നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. നമുക്ക് ദിക്റില്ലാത്ത ഒരു സെക്കൻഡ് പോലുമില്ല. നിങ്ങൾ ആലോചിക്കൂ, ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു ഫഖാൽ ബിസ്മില്ലാഹ് യാ അഖി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. നോക്കൂ, നിങ്ങൾ എവിടെയൊക്കെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും ദിക്ർ, ആകെ ദിക്ർ. എന്തിനാ സഹോദരന്മാരെ? എന്തിനാ? നമ്മുടെ ഇരുട്ട് പോകണം, നമുക്ക് പ്രകാശമുണ്ടാകണം. അള്ളാഹു ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രകാശമുണ്ടാകാനാണ്, നമുക്ക് സന്തോഷമുണ്ടാകാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. നാം ദിക്റിൽ നിന്ന് മാറാതിരിക്കുക, ആ ദിക്റിലൂടെ നമ്മളെ നാം ജീവിപ്പിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഗഫലത്ത് വരരുത്, അശ്രദ്ധ വരരുത്. ഇതിനു വേണ്ടിയാണ് ഹജ്ജ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ ഒരു ബോധത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു അത്തരത്തിലുള്ള ഹാജിമാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.